സോ നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ. ജോമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഷേപ്പാണ്. അത് വന്നിട്ട് സ്ക്വയർ ആവാം, മറ്റേ എനി ഷേപ്പ് കേട്ടോ. സ്ക്വയർ, റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ പറഞ്ഞാൽ ചതുരം, സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമചതുരം, പിന്നെ വട്ടം അറിയാലോ, സർക്കിൾ, വട്ടം, പിന്നെ വൃത്തം എന്നും പറയുമല്ലേ വട്ടത്തിന്. ഓക്കെ, സർക്കിളിന്. ഓക്കെ, പിന്നെ ഇത് പിന്നെ പെൻഡഗൺ എന്ന് പറഞ്ഞില്ലേ, പിന്നെ അങ്ങനെ കുറച്ച് ഷേപ്പുകളൊക്കെ ഉണ്ട്. ഹെക്സഗൺ, പെൻഡഗൺ. പെൻഡഗൺ എന്ന് പറഞ്ഞാൽ 5 ലൈൻ വെച്ച് ജോയിൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറച്ചുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ശരി, ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വൺ പാർട്ട് ഓഫ് എ ജോമെട്രിക്കൽ ഫിഗർ, ഒരു ഒരു ഏതെങ്കിലും ഒന്നായിരിക്കാം, ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, ഇസ് ആസ് ക്വസ്റ്റ്യൻ ഫിഗർ. അത് വന്ന് ക്വസ്റ്റ്യനിലുള്ള ഫിഗർ ആയിട്ട് ഉണ്ടാവും. ആൻഡ് ദി അതർ വൺ ഇസ് അമംഗ് ദ 4 ഫിഗർ. ബാക്കിയുള്ളത് ഓപ്ഷനിൽ ഉണ്ടാവും. നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം, ആ ജോമെട്രിക്കൽ ഫിഗറിനെ കംപ്ലീറ്റ് ചെയ്യണം. ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതൊരു ജോമെട്രിക്കൽ ഷേപ്പാണ് കേട്ടോ. ഇത് ഏകദേശം ഈ ഒരു ഭാഗം നമുക്ക് ഏത് ഷേപ്പായിട്ട് കണക്ട് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ തന്നിരിക്കുന്ന മേലത്തെ ഫിഗർ ഉണ്ടല്ലോ, അത് ഏത് ഷേപ്പായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം? ഈ ഒരു ഷേപ്പിനെ എന്താടാ മനസ്സിലായില്ല? ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, നോക്കൂ, ഇത് ഏത് ഷേപ്പായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം? ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് അല്ലേ, ചതുരമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തിക്കൂടെ ഈ ഒരു ഷേപ്പിനെ? ഇതിൽ നമുക്ക് എവിടെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് മിസ്സിംഗ് ആണ്. കാണിച്ചു തരാം. ഈ ഒരു പാർട്ട് നമുക്ക് മിസ്സിംഗ് ആണ്. ആ പാർട്ട് ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞു, അത്ര തന്നെ. അതിൽ ഏത് പാർട്ടായിരിക്കാം? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണോ? ഒന്നും കൂടി നോക്കി നോക്കൂ. ഇവിടെ ഞാൻ കുറച്ചും കൂടി ഇതാക്കി വരയ്ക്കണം ഈ ഒരു ഭാഗം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും വേണ്ട നമുക്ക്. ജസ്റ്റ് ഇതിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തേ കാണിച്ചു തരാം. ഇത് ഇവിടുന്ന് ഇത്ര വരയ്ക്കും വരുന്നുണ്ട്. ഇതിൽ ഫില്ലാക്കി വിടാനുണ്ട്. ജസ്റ്റ് ഇപ്പൊ പറയൂ, ഏതാണ് ഓപ്ഷൻ? ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. ഓപ്ഷൻ എ. ഓപ്ഷൻ എയോ വരുമോ? ഓപ്ഷൻ എ. നിങ്ങൾ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? ഡി അല്ലേ? ഡി തന്നെ ആയിരിക്കും കേട്ടോ. എന്ത് കാരണം എന്ന് വെച്ചാൽ ഇതിലിപ്പോ ഈ ഒരു ഷേപ്പാണ് എക്സാക്ട് ഷേപ്പ് നമുക്ക് വേണ്ടത്. പക്ഷെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇപ്പോ ഓക്കെ ആയില്ലേ? ഇപ്പൊ ഇതിന്റെ ഷേപ്പ്, ഡിന്റെ ഷേപ്പ് ആയില്ലേ? കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു, കുറച്ചും കൂടി പുറത്തേക്ക് ചേർത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. എന്താ ഇവർ ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ. ഇതിൽ റെക്റ്റാങ്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു സമയം അങ്ങനെയും ആയിരിക്കാം. അപ്പൊ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഭാഗവും സെയിം ആവണ്ടേ അല്ലേ? 4 ഭാഗവും സെയിം ആവണ്ടേ? ഇപ്പൊ ഞാൻ ആദ്യം വരച്ചത് റെക്റ്റാങ്കിൾ ആണ്, വെറും ചതുരമായിരുന്നു. അതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ മാത്രം വന്നുള്ളൂ, ഈ ഒരു ഷേപ്പ് മാത്രമേ വന്നുള്ളൂ. പക്ഷെ കുറച്ചും കൂടി നമ്മൾ ഈ ഭാഗവും ഈ കാണുന്ന ഭാഗവും സെയിം ആക്കണം. അപ്പൊ ഞാൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പോൾ ഈ ഒരു പീസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ഡിന്റെ പീസ് കറക്റ്റ് ആയി കിട്ടുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് അവരെന്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. ഇവിടെ ട്രയാങ്കിളും സ്ക്വയറും സർക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. സോ അത് വെച്ച് നമ്മൾ പ്രൊസീഡ് ചെയ്യാം. സോ ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ കറക്റ്റ് കണ്ടില്ലേ, ഒരു സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്, സമചതുരമാണ് തന്നിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഏതായിരിക്കാം? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. അല്ലാതെ ഈ ഫിഗർ ആണോ ഇത്, ആ ക്വസ്റ്റ്യൻ അല്ല നമ്മളുടെ ഇത് കേട്ടാ. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ടാവും ഫിഗർ കംപ്ലീഷൻ ആണോ എന്താണ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടാ. നമ്മൾ ഇതിന്റെ മുന്നിൽ ഫിഗർ കംപ്ലീഷൻ കണ്ടില്ലേ, ആ രീതിയിൽ ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വേണമെങ്കിൽ ഓപ്ഷൻ എ കൊടുക്കാമായിരുന്നു. സെയിം ഫിഗർ ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഫിഗർ കംപ്ലീഷൻ ആണ്, ജോമെട്രിക്കൽ
ഫിഗർ കംപ്ലീഷൻ. ഈ ഒരു ബോക്സിനെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് ഈ ഷേപ്പാണ് വരുന്നത്. അത് എവിടെയാണ് ഉള്ളത്? ഓപ്ഷൻ ബിയിലാണ് ഉള്ളത്. ഓക്കെ, അടുത്തത്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു സ്ക്വയർ ഷേപ്പാണ് കേട്ടോ. ആ സ്ക്വയറിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. നേരത്തെ തന്നെ കാണിക്കുന്നു. അതെയോ? അത് മൂവ് ആയിട്ടില്ലേ? ഇല്ല, നെറ്റ് കുറവ് കാരണമാണ് കിഷാൻ അങ്ങനെ കാണിക്കുന്നത്. നെറ്റ് എന്ത് പറ്റി? നെറ്റ് പ്രശ്നമുണ്ട് അല്ലേ? അല്ല, മൊബൈൽ നെറ്റ് അല്ലേ? ഇന്ന് ക്ലാസ് ഒരുപാട് നേരം യൂസ് ചെയ്തില്ലേ, അതായിരിക്കും സ്ലോ ആവുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ ക്ലാസ് കണ്ടില്ലേ, അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ക്ലാസ് എടുത്തില്ലേ, നെറ്റൊക്കെ പോയിട്ടുണ്ടാവും, അതായിരിക്കാം. നെറ്റ് നെറ്റ് തീർന്നു കാണും. എന്നാ ഞാൻ ഒന്ന് ചെയ്യാം, ക്ലാസ് നിർത്താം ഞാൻ കേട്ടാ. ഇനി ഒരു ദിവസം എടുക്കാമെന്നാ. ഓക്കെ ഓക്കെ ഓക്കെ. ആ, ബൈ. ഞാൻ ഇത് ഈ ക്വസ്റ്റ്യൻ അയച്ചു തരാം, നീ ഒന്ന് ചെയ്തിട്ട് അയക്കിട്ടോ. ഓക്കെ, ഇതിൽ തന്നെ ആൻസർ ഉണ്ട്. നീ ആ സ്ലൈഡ് ഇങ്ങനെ നീക്കി നീക്കി പോയി കഴിഞ്ഞാൽ നീ ആൻസർ ചെയ്ത് നോക്ക്, നിന്റെ ആൻസർ കറക്റ്റ് ആണോ അങ്ങനെ നോക്കിക്കോ. നോക്കുന്ന ഞാൻ എഡിറ്റ് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഞാനിത് അയച്ചു തരാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കേടാ, അപ്പോൾ ബൈ.